അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി വിരമിക്കൽ ആനുകൂല്യം 2026-ൽ 2.8% വർദ്ധിക്കുകയാണ്. ഏകദേശം $56 വർദ്ധിച്ച് പ്രതിമാസ സോഷ്യൽ സെക്യൂരിറ്റി വിരമിക്കൽ ആനുകൂല്യം $2071 മാറും. പണപ്പെരുപ്പം അടിസ്ഥാനമാക്കി വാർഷിക കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് അഥവാ കോള 2.8% കണക്കാക്കിയതാണ് മാറ്റങ്ങൾക്ക് പിന്നിൽ. 2025-ൽ ഇത് 2.5%. അതേസമയം US-ലെ 5 സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന വയോധികർക്ക് കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം ലഭിക്കും. മേരിലാൻഡ്, ഡെലാവെയർ, ന്യൂഹാംഷെയർ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട് എന്നിവിടങ്ങളിലെ വിരമിച്ചവർക്ക് ആനുകൂല്യത്തിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ പല താമസക്കാരും ജോലി ചെയ്യുന്നതിനിടെ കൂടുതൽ സമ്പാദിച്ചതാണ് ആനുകൂല്യ വർധനവിനുള്ള കാരണം. സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകൾ ഒരു തൊഴിലാളിയുടെ ഏറ്റവും ഉയർന്ന 35 വർഷത്തെ വരുമാനം ഉപയോഗിച്ചാണ് കണക്കാക്കുന്നത്. അതിനാൽ ഉയർന്ന വേതനം ഉയർന്ന ആനുകൂല്യങ്ങൾക്ക് വഴിയൊരുക്കും. മേരിലാൻഡിൽ ശരാശരി വർധനവ് ഏകദേശം $58.96 ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ 2026-ലെ പ്രതിമാസ ശരാശരി ആനുകൂല്യം $2164.77 ഉയരും. ഡെലാവെയറിൽ ആനുകൂല്യം ഏകദേശം $59.97 വർദ്ധിച്ച് $2201.81 ആകും. ന്യൂഹാംഷെയറിലെ വിരമിച്ചവർക്കുള്ള ആനുകൂല്യം ഏകദേശം $60.11 വർദ്ധിച്ച് $2206.90 ഉയരും. ന്യൂജേഴ്സിയിൽ $60.57 വർദ്ധിച്ച് പ്രതിമാസ ശരാശരി ആനുകൂല്യം $2223.74 ആകും. കണക്റ്റിക്കറ്റിൽ ഏകദേശം $60.66 വർദ്ധിച്ച് ആനുകൂല്യം $2227.05 ഉയരും. US-ലെ മുഴുവൻ സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താക്കൾക്കും കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് 2.8% ആയിരിക്കുമെങ്കിലും നിങ്ങളുടെ ആനുകൂല്യം അനുസരിച്ചാണ് പ്രതിമാസ ആനുകൂല്യം എത്ര ഡോളർ ആയിരിക്കുമെന്ന് നിർണ്ണയിക്കുക. നിങ്ങളുടെ കരിയറിലെ 35 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ശമ്പളം അടിസ്ഥാനമാക്കിയാണ് ആനുകൂല്യം നിശ്ചയിക്കുക. മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിലെ പല ഗുണഭോക്താക്കളും തങ്ങളുടെ കരിയറിൽ ഉയർന്ന വേതനം നേടിയതിനാൽ ഇവരുടെ ശരാശരി ആനുകൂല്യം മറ്റുള്ളവരെക്കാൾ ഉയർന്നതാണ്. അതിനാൽ ഇവിടങ്ങളിലേക്ക് താമസം മാറിയാൽ ഉയർന്ന ആനുകൂല്യം നേടാമെന്ന് കരുതേണ്ടെന്ന് സാരം. നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് മാറുന്നില്ല. നിങ്ങൾ മേരിലാൻഡിലേക്ക് താമസം മാറിയാലും ഫ്ലോറിഡയിൽ തുടർന്നാലും അല്ലെങ്കിൽ അലാസ്കയിൽ വിരമിച്ചാലും നിങ്ങളുടെ ആനുകൂല്യ തുക അതേപടി നിലനിൽക്കും. അതേസമയം സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യം സ്വീകരിക്കാൻ തുടങ്ങുന്ന പ്രായവും പ്രതിമാസ ആനുകൂല്യവുമായി ബന്ധമുണ്ട്. നിങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യം $2000 ആണെങ്കിലും ഇത് പൂർണ്ണമായും ലഭിക്കാൻ 67 വയസ്സ് വരെ കാത്തിരിക്കണം. 62-ാം വയസ്സിൽ തന്നെ ആനുകൂല്യം സ്വീകരിക്കാൻ തുടങ്ങിയാൽ പ്രതിമാസ ആനുകൂല്യം ഏകദേശം 30% വരെ കുറയും. അമേരിക്കയിൽ 7.5 കോടി ആളുകൾ സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താക്കളാണ്. സാധാരണ എല്ലാ ബുധനാഴ്ചകളിലുമാണ് ആനുകൂല്യ വിതരണം നടക്കുന്നത്. ജനനത്തീയതി അനുസരിച്ചാണ് ഇത് വിതരണം ചെയ്യുന്നത്. 1-10 തീയതികൾക്കിടയിൽ ജനിച്ചവർക്ക് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ച പേയ്മെന്റ് ലഭിക്കും. 11-20 തീയതികൾക്കിടയിൽ ജനിച്ചവർക്ക് 3ാമത്തെ ബുധനാഴ്ച പേയ്മെന്റ് ലഭിക്കും. മാസം 20-ാം തീയതിക്ക് ശേഷം ജനിച്ചവർക്ക് 4ാമത്തെ ബുധനാഴ്ച പേയ്മെന്റ് ലഭിക്കും.